കമ്പ്യൂട്ടർ സയൻസിൻ്റെ 5ാമത്തെ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പഠിക്കുന്നത് ക്യൂ എന്ന് പറയുന്ന ഡേറ്റാ സ്ട്രക്ചറിനെ കുറിച്ചാണ്. ഇതിന് മുന്നേ തന്നെ നമ്മൾ സ്റ്റാക്ക് എന്ന് പറയുന്ന ഡേറ്റാ സ്ട്രക്ചറിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. സ്റ്റാക്ക് എന്ന് പറയുന്നത് ഒരു ലിഫോ നേച്ചറുള്ള, ദാറ്റ് മീൻസ് ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ഡേറ്റാ സ്ട്രക്ചറാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാക്കിനകത്ത് 2 ഓപ്പറേഷൻസ് മാത്രമേ പെർഫോം ചെയ്യാൻ പറ്റൂ. ആ ഓപ്പറേഷൻസ് എന്ന് പറയുന്നത് ഒന്ന് ഇൻസേർഷനെ പറയുന്ന പേര് പുഷ് ഓപ്പറേഷൻ എന്നും ഡിലീഷനെ പറയുന്ന പേര് പോപ്പ് ഓപ്പറേഷൻ എന്നും ആണ്. അപ്പം അന്നേരം ഈ ഇൻസേർഷനും ഡിലീഷനും നടക്കുന്നതെന്ന് പറയുന്നത് ഒരു ഇൻഡെക്സിൽ മാത്രമാണ് നടക്കുന്നത്. ആ ഇൻഡെക്സിനെ പറയുന്ന പേരാണ് ടോസ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് സ്റ്റാക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതിൻ്റെ വിവിധ സിറ്റുവേഷൻസ് ഒക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ഏറ്റവും അവസാനം വെക്കുന്നത് ആദ്യം പുറത്തു പോകത്തക്ക രീതിയിലുള്ള അറേഞ്ച്മെൻറ്റിനാണ് നമ്മൾ സ്റ്റാക്ക് ഉപയോഗിക്കുക. ഇനി നമ്മൾ ഇന്ന് പഠിക്കുന്നത് ക്യൂ എന്ന് പറയുന്ന ഡേറ്റാ സ്ട്രക്ചറിനെ കുറിച്ചാണ്. ക്യൂ എന്ന് പറയുന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം, നമ്മളുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ പല ആവശ്യങ്ങൾക്കും ക്യൂ പാലിക്കാറുണ്ട്, അല്ലേ? ക്യൂ എന്ന് പറയുന്നത് അതിൻ്റെ പ്രത്യേകത അറിയാവുന്നതാണ്. ക്യൂവിലേക്ക് നമ്മൾ ഇൻസേർട്ട് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ക്യൂവിലേക്ക് നമ്മൾ നിന്ന് കഴിഞ്ഞാൽ നമ്മളുടെ ഊഴം എത്തുന്നവരെ, നമ്മൾ ഏറ്റവും ഫസ്റ്റിലാകുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും, അല്ലേ? അന്നേരം നമ്മൾ ഫിസിക്കലി ക്യൂ എന്ന് പറയുന്നത് മുന്നോട്ടിങ്ങനെ നീങ്ങിക്കൊണ്ടേയിരിക്കും. അതാണ് കാരണം നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ ഇലക്ട്രിസിറ്റി ബില്ല് അടയ്ക്കാൻ, അല്ലെങ്കിൽ സ്കൂളിൽ ഫീസ് അടയ്ക്കാൻ, അല്ലെങ്കിൽ ബാങ്കിൽ ഇങ്ങനെ, അല്ലെങ്കിൽ ഹോസ്പിറ്റലുകളിൽ ഇങ്ങനെയാണ് നമ്മൾ ക്യൂ പാലിക്കേണ്ടി വരുന്നത്. അപ്പോൾ അന്നേരം നമുക്കറിയാം, നമ്മളുടെ ഊഴം എത്തുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. എന്നുവെച്ചാൽ നമ്മൾ ഫ്രണ്ടിൽ എത്തുന്നവരെ, ക്യൂവിൻ്റെ ഏറ്റവും ഫ്രണ്ടിൽ എത്തുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പം അന്നേരം ക്യൂവിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഫസ്റ്റ് കം വിൽ ബി ഫസ്റ്റ് ഗോഡ്. ആദ്യം വരുന്ന ആൾ ആദ്യം പോകും, അല്ലേ? നമുക്കറിയാം, നമ്മൾ ബാങ്കിൽ ചെന്ന് കഴിഞ്ഞാൽ ടോക്കൺ നമ്പർ 1 ആയിരിക്കും ആദ്യം വിളിക്കുന്നത്. അപ്പോൾ ആദ്യം വരുന്ന ആൾക്കാണ് ടോക്കൺ നമ്പർ 1 കിട്ടുന്നത്. അയാളായിരിക്കും ആദ്യം പോകുന്നത്. ഏറ്റവും അവസാനം വന്ന ആളായിരിക്കും ഏറ്റവും അവസാനം പോകുന്നത്. അപ്പോൾ അന്നേരം ഈ നേച്ചറിലുള്ള ഡേറ്റ ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്യൂ എന്ന് പറയുന്ന ഡേറ്റാ സ്ട്രക്ചർ ഉപയോഗിക്കുന്നത്. ഇത് നമ്മളുടെ ഈ ടോക്കൺ ജനറേറ്റ് ചെയ്യുന്ന എല്ലാ സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷനകത്തും നമ്മൾ ക്യൂ എന്ന് പറയുന്നതാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അപ്പം അന്നേരം ക്യൂവിനെ നമ്മൾ പറയുന്ന വേറൊരു പേരെന്ന് പറയുന്നത് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്, FIFO പ്രിൻസിപ്പിൾ അനുസരിച്ചാണ് ക്യൂ വർക്ക് ചെയ്യുന്നത്. സ്റ്റാക്ക് ലിഫോ അല്ലെങ്കിൽ ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. അതേസമയം ക്യൂ എന്ന് പറയുന്നത് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്, ഫിഫോ നേച്ചറിലുള്ളതായിരിക്കും. ഇനി നമുക്ക് ഇപ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങനെ വരുമ്പോഴത്തേക്ക് സ്റ്റാക്കിന് ഒരു പോയിൻ്റ് മാത്രമേ ഉള്ളായിരുന്നു. അത് ഏറ്റവും മുകളിലാണ്, ടോപ്പ് ഓഫ് സ്റ്റാക്ക് എന്ന് പറയുന്നത്. സ്റ്റാക്കിൽ ടോപ്പിലേക്ക് മാത്രമേ ഇൻസേർഷൻ നടത്താൻ പറ്റൂ, ടോപ്പിൽ നിന്ന് മാത്രമേ ഡിലീഷനും നടത്താൻ പറ്റൂ. അതേസമയം ക്യൂവിനെ സംബന്ധിച്ച് നമുക്കറിയാം, ആദ്യം ടോക്കൺ കിട്ടുന്ന ആളാണ് ആദ്യം പോകുന്നത്. നമ്മൾ ബാങ്കിൽ നമ്മളിപ്പം ഇവിടെയാണെങ്കിൽ ഇവിടെ കുറേ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. 25, 16, 38, 9, 65 എന്ന് പറയുന്ന കുറേ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇതെന്ന് പറയുന്നത് നിങ്ങളുടെ സ്കൂളിൽ നിങ്ങൾ ഫീസ് അടയ്ക്കാൻ വേണ്ടി നിൽക്കുമ്പം നിങ്ങൾക്ക് ടോക്കൺ തന്നതാണെന്ന് വെച്ചോ. ടോക്കണിൻ്റെ നമ്പേഴ്സ് എന്ന് പറയുന്നത് 0, 1, 2, 3, 4, 5, 6, 7, 8, 9. ഒരു ദിവസം 10 പേർക്ക് മാത്രമേ ടോക്കൺ അല്ലെങ്കിൽ ഫീസ് അടയ്ക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടെന്ന് വെച്ചോളൂ. അപ്പോൾ ഇവിടെ 5 പേര് ക്യൂവിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്യണം. സോ ക്യൂവിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം, ഇപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഫീസ് കളക്ട് ചെയ്യുന്നത് ഒരു ഫിക്സഡ് ടൈം മുതലായിരിക്കും. ഇപ്പോൾ ഓഫീസ് തുടങ്ങുന്നത് 10 മണിക്കാണെങ്കിൽ 10:30 മുതലായിരിക്കും ഫീസ് കളക്ട് ചെയ്യുന്നത്. അപ്പോൾ അന്നേരം ആദ്യം വരുന്ന ആൾ ആരാണോ അയാൾക്കാണ് ടോക്കൺ നമ്പർ 0 കിട്ടുന്നത്. രണ്ടാമത് വരുന്ന ആൾ ആരാണോ അയാൾക്കാണ് 1 കിട്ടുന്നത്. അപ്പം അന്നേരം ഈ അറേയുടെ ഇൻഡെക്സ് എന്ന് പറയുന്നത് നമുക്ക് ടോക്കൺ നമ്പറായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ ആദ്യത്തെ ആൾ വരുന്നു,
അപ്പോൾ അന്നേരം അതിനൊരു ലിസ്റ്റ് ക്യൂ ലിസ്റ്റ് ഉണ്ടാക്കണമെങ്കിൽ ആ ക്യൂ ലിസ്റ്റ് ഉണ്ടാക്കുമ്പോഴത്തേക്ക് ആദ്യം നേരത്തെ തന്നെ ടോക്കൺ നമ്പറിന് ഒരു കോളം കാണും. അതിനുശേഷം രണ്ടാമത്തെ കോളത്തിനകത്ത് പറയുന്നത് ക്ലാസ് നമ്പർ ആയിരിക്കും പറയുന്നത്. ഇവിടെ ഈ 25, 16, 38, 9, 65 എന്നൊക്കെ പറയുന്നത് ക്ലാസ് നമ്പേഴ്സാണ്. അപ്പോൾ ആദ്യമേ ഒരാൾ വന്നു, അയാൾ പറഞ്ഞു 25, then 16, then 38, 9, 65. അപ്പോൾ അന്നേരം ഇതിൽ ആദ്യം ആരെയായിരിക്കും വിളിക്കുന്നത്? ടോക്കൺ നമ്പർ 0 ആയിരിക്കും വിളിക്കുന്നത്. ടോക്കൺ നമ്പർ 0 വിളിക്കുമ്പോൾ അയാൾ ക്യൂവിൽ നിന്നും ലെഫ്റ്റായി, അയാൾ ക്യൂവിൽ നിന്നും പുറത്തു പോയി, അയാൾ നേരെ കൗണ്ടറിലേക്കാണ് പോകുന്നത്. കൗണ്ടറിലേക്ക് എന്ന് പുറത്ത് പോയി ഫീസ് അടച്ചു കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് ക്യൂവിൽ നിൽക്കേണ്ട ആവശ്യമില്ല, അയാൾക്ക് പുറത്ത് പോകാം. സോ ഇനിയും അടുത്ത ആളെ വിളിക്കുന്നതെന്ന് പറയുന്ന ടോക്കൺ നമ്പർ 1 ആണ്. സോ ടോക്കൺ നമ്പർ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെയുള്ള ടോക്കൺ നമ്പർ 0 ആയിരുന്നു, അതിൻ്റെ കൂടെ 1 കൂട്ടുന്നതാണ് രണ്ടാമത്തെ ടോക്കൺ നമ്പർ എന്ന് പറയുന്നത്. സോ ഇങ്ങനെ ക്യൂവിൽ നിന്നും ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും ഫ്രണ്ടിൽ നിന്നാണ് ഡിലീഷൻ നടത്തുന്നത്. ആ ഡിലീഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഇൻഡെക്സിനെ പറയുന്ന പേര് ഫ്രണ്ട് എന്നും, ക്യൂവിലേക്ക് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇൻഡെക്സിനെ പറയുന്ന റിയർ എന്നുമാണ്. ഇപ്പോൾ ഇവിടെ 5 പേര് വന്നു, 5 പേരുടെ നമ്പർ എഴുതിയിട്ടു. അപ്പോൾ 5 പേരുടെ നമ്പർ ആദ്യം 10 മണിക്ക് ഓഫീസ് തുറക്കുമ്പോൾ ആരുമില്ല. സോ ക്യൂ എന്ന് പറയുന്ന എം ടി ക്യൂ ആണ്, ഒഴിഞ്ഞ ക്യൂ ആണ്. ദെൻ ആദ്യത്തെ ആൾ വരുന്നു. ആദ്യത്തെ ആൾ വരുമ്പോഴത്തേക്ക് അയാളാണ് ക്യൂവിൻ്റെ ഫ്രണ്ടും, അയാൾ തന്നെയാണ് റിയർ. അന്നേരം ഫ്രണ്ടും റിയറും 0 ആയിട്ട് സെറ്റ് ചെയ്യുന്നു. മനസ്സിലായോ? ഇനി സ്വാഭാവികമായിട്ടും അടുത്ത ആൾ വന്നു. അടുത്ത ആൾ വരുമ്പോഴത്തേക്ക് അയാൾ ക്യൂവിൻ്റെ പുറകിലാണ് നിൽക്കുന്നത്. ദാറ്റ് മീൻസ് റിയർ സൈഡിലേക്കാണ് നിൽക്കുന്നത്. അപ്പോൾ അന്നേരം റിയറിൻ്റെ വാല്യൂ ഒന്ന് കൂട്ടുന്നു. അയാളുടെ ടോക്കൺ നമ്പർ എന്ന് പറയുന്നത് 1 ആയിരിക്കും. 16 എന്ന് പറയുന്ന ക്ലാസ് നമ്പറിൻ്റെ ടോക്കൺ നമ്പർ എന്ന് പറയുന്നത് 1 ആയിരിക്കും. അടുത്ത 38 എന്ന് പറയുന്ന ക്ലാസ് നമ്പറാണ് വരുന്നതെങ്കിൽ അയാളുടെ ടോക്കൺ നമ്പർ 2 ആയിരിക്കും. അടുത്ത 9 എന്ന് പറയുന്ന ക്ലാസ് നമ്പർ വരുവാണെങ്കിൽ അയാളുടെ ടോക്കൺ നമ്പർ 3 ആയിരിക്കും. അടുത്ത ആൾ വരുവാണെങ്കിൽ ടോക്കൺ നമ്പർ എന്ന് പറയുന്നത് 4 ആയിരിക്കും. അപ്പം ഇങ്ങനെ ഇൻസേർഷൻ നടക്കുന്നതെന്ന് പറയുന്നത് റിയറിൻ്റെ വാല്യൂ ഒന്ന് കൂട്ടിയിട്ടാണ് ഇൻസേർഷൻ നടക്കുന്നത്. കാരണം നമുക്കറിയാം, നമ്മൾ ആദ്യം ഒരു പേജിൽ നിങ്ങൾ തന്നെയാണ് ഈ ലിസ്റ്റ് എഴുതുന്നതെന്ന് വെച്ചോ. അപ്പോൾ അന്നേരം ഫീസ് കളക്ഷൻ ഓൺ ഇന്ന ഡേറ്റ് എന്ന് എഴുതി. സോ അവിടെ ബ്ലാങ്ക് ആണ്, ഹെഡിങ് ഒക്കെ എഴുതിയിട്ടുണ്ട്, ടോക്കൺ നമ്പർ ദെൻ ക്ലാസ് നമ്പർ. ആദ്യത്തെ ആൾ വരുമ്പോഴത്തേക്ക് അവിടെ എന്ത് എഴുതും? ആദ്യത്തെ ആൾക്ക് കൊടുക്കാനുള്ള ടോക്കൺ എന്ന് പറയുന്നത് 0 ആണ്. സോ ആ 0 എന്ന് പറയുന്ന വാല്യൂ ടോക്കൺ നമ്പർ എന്ന് പറയുന്ന കോളത്തിൽ എഴുതിയതിന് ശേഷം അയാളുടെ ക്ലാസ് നമ്പർ എന്ന് പറയുന്നത് തൊട്ടടുത്ത കോളത്തിൽ എഴുതുന്നു, 25. അപ്പം അന്നേരം ഒരാൾ മാത്രമേ ക്യൂവിലുള്ളൂ. ഇനി അടുത്ത ആൾക്ക് ഏത് ടോക്കണാണ് കൊടുക്കേണ്ടുന്നത്? അത് റിയറിനെ അനുസരിച്ചാണ്. റിയറിൻ്റെ വാല്യൂ കൂട്ടിക്കൊണ്ടാണ് ടോക്കൺ നെക്സ്റ്റ് കൊടുക്കുന്നത്. റിയറിൻ്റെ വാല്യൂ ഒന്ന് കൂട്ടിയാണ് ടോക്കൺ കൊടുക്കുന്നത്. ഇപ്പം 4 ആണ് ഏറ്റവും അവസാനതായിട്ട് കൊടുത്ത ടോക്കൺ എങ്കിൽ ഒരാൾ വന്നു കഴിഞ്ഞാൽ അയാൾക്ക് കൊടുക്കുന്നത് 5 എന്ന് പറയുന്ന ടോക്കൺ ആയിരിക്കും. ഇനി ഈ സമയത്ത് ഒരാളെ ഫീസ് അടയ്ക്കാൻ വിളിച്ചു, ടോക്കൺ നമ്പർ 0. ടോക്കൺ നമ്പർ 0 എന്ന് പറഞ്ഞ് വിളിക്കുന്ന ഏതാ? ഫ്രണ്ട് ആയിരിക്കും. അപ്പം അന്നേരം നമ്മൾ ബാങ്കിൽ ചെന്ന് കഴിഞ്ഞാൽ ബോർഡ് ഡിസ്പ്ലേ ചെയ്യുന്നതാണ് ഫ്രണ്ട് എന്ന് പറയുന്നത്. നമ്മൾ ബാങ്കിലേക്ക് ചെല്ലുമ്പം നമുക്ക് തരുന്ന ടോക്കണാണ് റിയർ എന്ന് പറയുന്നത്. 2 കാര്യമാണ്. നമ്മൾ ബാങ്കിലേക്ക് ചെല്ലുമ്പം ഇൻസേർഷൻ, നമ്മൾ ക്യൂവിലേക്ക് ഇൻസേർട്ട്, നമ്മൾ ടോക്കൺ എടുക്കുക. അപ്പോൾ അന്നേരം അവിടെ കീ പ്രസ് ചെയ്യുന്നു, അപ്പോൾ ഒരു ടോക്കൺ കിട്ടുന്നു. ആ ടോക്കൺ എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യുന്നത്? നേരത്തെ ഏറ്റവും ലാസ്റ്റ് ടോക്കണിൻ്റെ വാല്യൂ എന്താണോ അതേ +1 ആണ്. സോ റിയർ ഈസിക്കൽ ടു റിയർ +1. ദെൻ ബാങ്കിനകത്ത് കയറി കഴിഞ്ഞാൽ അവിടെ ഒരു ബോർഡ് വെച്ചിരിക്കും, അതാണ് ഫ്രണ്ട് എന്ന് പറയുന്നത്. സോ ഈ ഫ്രണ്ടിൻ്റെ വാല്യൂവിനെ അനുസരിച്ചാണ് നമ്മൾ ക്യൂവിൽ നിന്നും പുറത്തു പോകുന്നത്. ദ ഹയസ്റ്റ് വാല്യൂ അലോട്ട് ടു ദ റിയർ ഈസ് 9 ആസ് ഇറ്റ് ഈസ് ദ ലാസ്റ്റ് സബ്സ്ക്രിപ്റ്റ് ഓഫ് ദ അറേ. ഇപ്പോൾ ഇവിടെയാണെങ്കിൽ 9 എന്ന് പറയുന്നതാണ് ലാസ്റ്റ് ടോക്കൺ. ഇനിഷ്യലി ദ വാല്യൂ ഓഫ് ഫ്രണ്ട് ആൻഡ് റിയർ വുഡ് ഹാവ് ബീൻ 0 which indicates that queue is empty. when the ആദ്യം നമ്മൾ കൊടുക്കുമ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, ആദ്യം എന്ന് പറയുന്നത് ഫ്രണ്ടിൻ്റെയും റിയറിൻ്റെയും വാല്യൂ എന്ന് പറയുന്നത് -1 ആയിരിക്കും. പിന്നീട് ഒരാൾ വരുമ്പോഴത്തേക്ക് ഫ്രണ്ടും റിയറും 0 ആക്കും.
പിന്നെ ഇൻസേർഷൻ നടക്കുന്നതിനനുസരിച്ച് റിയറിൻ്റെ വാല്യൂ കൂട്ടും, ഡിലീഷൻ നടക്കുന്നതിനനുസരിച്ച് ഫ്രണ്ടിൻ്റെ വാല്യൂ ഒന്ന് കൂട്ടും. കാരണം നമുക്കറിയാം ടോക്കൺ ഇപ്പം 5 ഇപ്പം ബോർഡ് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നതെങ്കിൽ അയാൾ പോയി കഴിഞ്ഞാൽ ഏത് ടോക്കണാണ് ഡിസ്പ്ലേ ചെയ്യേണ്ടുന്നത്? 5 കഴിഞ്ഞാൽ പിന്നെ 6. സോ അത് ഇൻക്രിമെൻറ്റ് ചെയ്തുകൊണ്ടാണ് പോകുന്നത്. ഡിലീഷൻ നടക്കുകയാണെങ്കിൽ ഫ്രണ്ടിൻ്റെ വാല്യൂ ഡിലീറ്റ് ചെയ്യും. ശ്രദ്ധിക്കുക, ക്യൂവിൻ്റെ ആദ്യത്തെ സൈഡിൽ ഫ്രണ്ട് സൈഡിൽ നിന്നാണ് ഡിലീഷൻ നടക്കുന്നത്. അതുകൊണ്ട് ഫ്രണ്ടിൻ്റെ വാല്യൂ എന്ത് ചെയ്യുന്നു? ഒന്ന് കൂടിക്കൊണ്ടിരിക്കുന്നു. ഇനി 2 ഓപ്പറേഷൻസ് ആണ് പെർഫോം ചെയ്യുന്നത്. ഒന്ന് ഇൻസേർഷൻ ഓപ്പറേറ്റും രണ്ടാമത്തത് ഡിലീഷൻ ഓപ്പറേഷനും. Insertion is the process of adding a new item into a queue at the rear end. The value of rear is incremented first to point to the next location and the element is inserted at that position. Even the creation of a queue is accomplished by performing the insertion operation repeatedly. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസേർഷൻ എന്ന് പറയുന്നത് ഒരു പുതിയ ഐറ്റം ക്യൂവിനകത്തേക്ക് ആഡ് ചെയ്യുകയാണ്. അത് ഏത് സൈഡിലേക്കാണ് ആഡ് ചെയ്യുന്നത്? റിയർ എൻഡിലേക്കാണ്. അപ്പോൾ അന്നേരം എന്ത് ചെയ്യും? ഇൻസേർഷൻ നടത്തുന്നതിനനുസരിച്ച് റിയറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്യും. അപ്പം നമ്മൾ ഒരു ബുക്കിൽ നിങ്ങളെ ടോക്കൺ കൊടുക്കാൻ ഏൽപ്പിക്കുകയാണെങ്കിൽ ഇപ്പോൾ 2 ലാസ്റ്റ് ടോക്കൺ, എന്നാൽ പുതിയ ഒരാൾ വരുന്നു. അപ്പോൾ അന്നേരം നമ്മൾ എന്താണ് ചെയ്യുന്നത്? 2ൻ്റെ കൂടെ 1 കൂട്ടിയിട്ട് ടോക്കൺ നമ്പർ 3 എന്ന് പറഞ്ഞ് ആ ടോക്കൺ നമ്പറിൻ്റെ കോളത്തിൽ നമ്മൾ എഴുതിയതിന് ശേഷമാണ് അയാളുടെ ക്ലാസ് നമ്പർ അവിടെ എഴുതുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് ക്യൂവിൻ്റെ ഇൻസേർഷനെ പറ്റി നമുക്ക് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് ഇനിയുള്ള കാര്യം എന്ന് പറയുന്നത് ക്യൂവിൻ്റെ ഡിലീഷനാണ്. ക്യൂവിൻ്റെ ഡിലീഷൻ എന്ന് പറയുന്നത് ഫ്രണ്ടിൽ നടക്കുന്ന പ്രോസസ്സാണ്. അപ്പോൾ അന്നേരം ഇൻസേർട്ട് ചെയ്യുമ്പോൾ റിയറിൻ്റെ വാല്യൂ ഒന്ന് കൂടും. ഇഷ്യൂ ചെയ്യേണ്ടുന്ന ടോക്കൺ എന്ന് പറയുന്ന ലാസ്റ്റ് ടോക്കണിൻ്റെ കൂടെ 1 കൂട്ടിയാണ് നമ്മൾ നൽകുന്നത്. ഇനി അതിൻ്റെ അൽഗോരിതമാണ് നമുക്ക് പഠിക്കാനുള്ളത്. സോ അൽഗോരിതം പഠിക്കുമ്പോഴത്തേക്ക് കൺസിഡർ ആൻ അറേ ക്യൂ ഓഫ് n ദാറ്റ് ഇംപ്ലിമെൻറ്റ്സ് എ ക്യൂ വെയർ n is the maximum size of the array. The variable front and rear keep track of the front and rear position of the queue. A data item available in the variable VAL is to be inserted into the stack. The steps required for insertion operations are given between the start and stop ഇൻസ്ട്രക്ഷൻ. അപ്പോൾ ഇവിടെ ഒരു അറേ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ അറേ കൊടുത്തിരിക്കുമ്പം അറേയിലെ 10 എലമെൻ്റ് ആണുള്ളത്. അതിൻ്റെ ഫ്രണ്ടിൻ്റെയും റിയറിൻ്റെയും പൊസിഷൻ ഇപ്പോൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോ നമുക്ക് പിന്നീട് ഏറ്റവും ലാസ്റ്റിൽ കാണാം. ഈ അൽഗോരിതം പഠിച്ചതിന് ശേഷം അൽഗോരിതത്തിലേക്ക് നമുക്ക് പോകാം. അൽഗോരിതം എന്ന് പറയുന്നത് ഇഫ് റിയർ ഈസിക്കൽ ടു -1, റിയറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് -1 ആണെങ്കിൽ, റിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ചെയ്യുന്നത്? ഇൻസേർഷൻ നടത്തേണ്ടുന്ന എൻഡിനെയാണ് റിയർ എന്ന് പറയുന്നത്. അപ്പോൾ അന്നേരം റിയർ -1 ആണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ക്യൂ എന്ന് പറയുന്നത് എം ടി ആണ്. ഇപ്പോൾ എം ടി ക്യൂ ആണെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഫ്രണ്ടിൻ്റെയും റിയറിൻ്റെയും വാല്യൂ എന്ന് പറയുന്നത് 0 ആയിട്ട് സെറ്റ് ചെയ്യണം. അപ്പം നമ്മൾ ഒരിടത്തേക്ക് കടന്നു ചെല്ലുക. അപ്പം അന്നേരം അവിടെ ആരുമില്ല, ബാങ്കിൽ ആരുമില്ല. നമുക്ക് ടോക്കൺ ഇഷ്യൂ ചെയ്യുന്നു. ടോക്കൺ ഇഷ്യൂ ചെയ്യുമ്പം നമ്മൾ ടോക്കൺ പ്രിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ബട്ടണിൽ പ്രസ് ചെയ്യുന്നു. അല്ലെങ്കിൽ ടോക്കൺ അവർ എഴുതി തരുന്ന ഉടനെ തന്നെ 0 എന്ന് പറയുന്ന ടോക്കൺ നമുക്ക് 0യിലാണ് ടോക്കൺ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് വെച്ചോ. സാധാരണ രീതിയിൽ ടോക്കൺ സ്റ്റാർട്ട് ചെയ്യുന്നത് 1ൽ നിന്നാണ്. അപ്പോൾ അറേയുടെ ഇൻഡെക്സ് ആയ 0യിൽ നിന്നാണ് തുടങ്ങുന്നതുകൊണ്ട് നമുക്ക് 0 എന്ന് പറയുന്ന വാല്യൂവിലാണ് തുടങ്ങുന്നത്. അപ്പോൾ അന്നേരം ആദ്യമേ തന്നെ എന്ത് ചെയ്യും? ഈ 0 എന്ന് പറയുന്നത് ഫ്രണ്ടും റിയറുമായിട്ട് സെറ്റ് ചെയ്യണം. എന്ന് വെച്ചാൽ നമ്മൾ ടോക്കൺ വാങ്ങിക്കുമ്പോൾ ഉടനെ തന്നെ കൗണ്ടറിൽ 0 എന്ന് പറഞ്ഞ് വിളിച്ചിരിക്കും. ഇനി അതോടൊപ്പം തന്നെ എന്ത് ചെയ്യണം? ക്യൂ ഓഫ് റിയർ ഈസിക്കൽ ടു VAL അല്ലേ? അപ്പം അന്നേരം ഫ്രണ്ടിൻ്റെയും റിയറിൻ്റെയും വാല്യൂ 0 ആക്കിയതിന് ശേഷം ക്യൂ എന്ന് പറയുന്ന അറേയിലെ 0 എന്ന് പറയുന്ന ഇൻഡെക്സിലേക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയുള്ള ക്ലാസ് നമ്പർ അല്ലെങ്കിൽ നമ്മളുടെ ബാങ്ക് അക്കൗണ്ട് നമ്പർ എന്ന് പറയുന്നത് കൊടുക്കണം. മനസ്സിലായല്ലോ? അന്നേരം ആദ്യം നമ്മൾ ചെക്ക് ചെയ്യുന്നതെന്ന് പറയുന്നത് ക്യൂ എം ടി ആണോ എന്നാണ് ചെക്ക് ചെയ്യുന്നത്. ക്യൂ എം ടി ആണെങ്കിൽ എന്ത് ചെയ്യണം? ഫ്രണ്ടും റിയറും 0 ആക്കണം. ഇൻഷ്യലൈസ് ചെയ്യണം. ആ ഇൻഷ്യലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രണ്ടും റിയറും 0 ആക്കുന്നു. ക്യൂ ഓഫ് റിയർ ഈസിക്കൽ ടു വാല്യൂ. ഇനി
അടുത്ത ഇൻസേർഷൻ്റെ പോസിബിലിറ്റി എന്ന് പറയുന്നത്, ഇനി ക്യൂ എന്ന് പറയുന്നത്, ഇപ്പം നമുക്ക് ബാങ്കിലൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് ടോക്കണിനൊരു ലിമിറ്റില്ല. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും ഒരു കാര്യത്തിന് ചെല്ലുമ്പോൾ ആദ്യത്തെ 50 പേരെ, ഇപ്പോൾ ഒരു ഡോക്ടർ, ആ ഡോക്ടർ എന്ന് പറയുന്ന ആദ്യത്തെ 50 പേര് അല്ലെങ്കിൽ 10 പേരെ മാത്രമേ കാണത്തുള്ളൂ. അപ്പം അന്നേരം 10ാമതായിട്ടെങ്കിലും നമ്മളവിടെ ചെന്നെങ്കിൽ മാത്രമേ നമുക്ക് ഡോക്ടറെ കാണാൻ പറ്റത്തുള്ളൂ. അപ്പം അന്നേരം ആ കണ്ടീഷനാണ് രണ്ടാമത് ചെക്ക് ചെയ്യുന്നത്. ഇൻസെഷൻ നടക്കുന്ന രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് നമുക്ക് ക്യൂവിൽ നിൽക്കാൻ പറ്റുമോ എന്നുള്ളത് ചെക്ക് ചെയ്യുകയാണ്. അത് ഇങ്ങനെ വരുന്ന സിറ്റുവേഷന് മാത്രമേ അത് ചെക്ക് ചെയ്യുന്നുള്ളൂ. അപ്പം അന്നേരം അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ് എന്ന് പറയുന്നത് എൽസ് ഇഫ് റിയർ ലെസ് ദാൻ എൻ. റിയറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്നിനേക്കാൾ ലെസ് ദാൻ ആണെങ്കിൽ റിയറിൻ്റെ വാല്യൂ ഒന്ന് കൂട്ടാം. ഇപ്പം എൻ എന്ന് പറയുന്നത് ഇവിടെ 10 അല്ലേ? 10 എന്നിൻ്റെ വാല്യൂ 10 ആണെങ്കിൽ ആ 10, കാരണം റിയറിന് മാക്സിമം ഇൻസേർട്ട് ചെയ്യാൻ പറ്റുന്ന മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് എത്ര? 9 കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇൻസേർഷൻ പോസിബിൾ അല്ല. മനസ്സിലായോ? അപ്പം അന്നേരം ഇവിടെ എൻ എന്ന് പറഞ്ഞ് ഉദ്ദേശിച്ചേക്കുന്നതെന്ന് പറയുന്നത് ലാസ്റ്റ് ഇൻഡെക്സ് ആണ് ഉദ്ദേശിച്ചേക്കുന്നത്. ലാസ്റ്റ് ഇൻഡെക്സിൻ്റെ വാല്യൂ ആയിട്ടാണ് ഈ അൽഗോരിതത്തിൽ എൻ കൊടുത്തിരിക്കുന്നത്. അപ്പം അന്നേരം 8 ലെസ് ദാൻ എൻ എന്ന് പറയുന്ന കണ്ടീഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? റിയറിൻ്റെ വാല്യൂ 8. റിയറിൻ്റെ വാല്യൂ 8 എന്ന് പറഞ്ഞാൽ 0 മുതൽ 8 വരെ ഒക്കുപ്പൈ ചെയ്തേക്കുക. ഇനി ഒരാൾക്ക് മാത്രമേ അതിനകത്ത് നിൽക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആ സിറ്റുവേഷനിലാണെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ലാസ്റ്റ് ഇൻഡെക്സിനേക്കാൾ ലെസ് ദാൻ ആണെങ്കിൽ റിയർ ഈസിക്കൽ ടു റിയർ പ്ലസ് 1. ഇപ്പം റിയറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആണെങ്കിൽ 0 + 1 1 ആയി. റിയറിൻ്റെ വാല്യൂ 5 ആണെങ്കിൽ 5 + 1 6 ആയി. റിയറിൻ്റെ വാല്യൂ 8 ആണെങ്കിൽ 8 + 1 എന്തായി? 9 ആയി. അതേസമയം റിയറിൻ്റെ വാല്യൂ 9 ആണെങ്കിലോ 9 + 1 വരുമ്പോഴത്തേക്ക് എന്ത് വരും? 10 ആവും. അപ്പം അന്നേരം ഇൻസേർഷൻ പോസിബിൾ ആണോ? അല്ല. അപ്പം അന്നേരം നമുക്ക് ലാസ്റ്റ് ഇൻസേർട്ട് ചെയ്യാൻ പറ്റുന്നത് എത്രയാണ്? നമുക്ക് റിയറിൻ്റെ വാല്യൂ 9 ആണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഇൻസേർട്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ആ കണ്ടീഷനെ പറയുന്ന പേരാണ് ക്യൂ ഓവർഫ്ലോ എന്ന് പറയുന്നത്. അപ്പം അന്നേരം ഇവിടെ ഇഫ് എൽസിഫ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ആദ്യം എം ജി ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു, ദെൻ സ്പേസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നു. പിന്നെ ഇത് രണ്ടും ഇല്ല എങ്കിൽ, ഈ 2 കണ്ടീഷനും ഫാൾസ് ആണെങ്കിൽ ഓവർഫ്ലോ ആയിരിക്കും. ഇതാണ് ഇൻസേർഷൻ്റെ അൽഗോരിതം എന്ന് പറയുന്നത്. ഇനി ഡിലീഷൻ. ഡിലീഷൻ എന്ന് പറയുന്നത് ടു പെർഫോം ഡിലീറ്റ് ഓപ്പറേഷൻ ഇൻ എ ക്യൂ. Consider an array Q of n that implements a queue with a maximum of n elements. The variable front and rear keep track of the front and rear position of the queue. The data item removed from the queue will be stored in the variable VAL. The steps required for deletion operations are given between start and stop instructions. അപ്പം അന്നേരം ക്യൂ എന്ന് പറയുന്ന ഒരു അറേ n സൈസുള്ള ഒരു അറേ നമ്മൾ എന്തായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു? ക്യൂ ആയിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു. ദെൻ അതിനകത്ത് 2 വേരിയബിൾസ് കാണും, ഫ്രണ്ടും റിയറും. ഫ്രണ്ട് എന്ന് പറയുന്നത് ക്യൂവിൻ്റെ ഏറ്റവും ആദ്യത്തെ പൊസിഷൻ, ദാറ്റ് മീൻസ് ഡിലീഷൻ നടക്കേണ്ട പൊസിഷനും, റിയർ എന്ന് പറയുന്നത് ഇൻസേർഷൻ നടക്കേണ്ടുന്ന പൊസിഷനും. അപ്പോൾ ഇവിടെയും ശ്രദ്ധിക്കുക, ഡിലീഷൻ നടക്കുമ്പോഴും നമുക്ക് ഫ്രണ്ടിൻ്റെ വാല്യൂ ഒന്ന് കൂടിക്കൂടിയാണ് പോകുന്നത്. നമ്മൾ ക്യൂ മുന്നോട്ടാണ് ചലിക്കുന്നത്. ക്യൂ എന്ന് പറയുന്നത് നമ്മൾ കൗണ്ടറിനടുത്തേക്ക് മുന്നോട്ടാണ് ചലിക്കുന്നത്. അതേസമയം നമ്മൾ ടോക്കൺ നമ്പറിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ ആദ്യത്തെ ടോക്കൺ നമ്പർ 0 എന്ന് പറയുന്ന ബാങ്കിലെ ഡിസ്പ്ലേ ബോർഡിൽ അല്ലെങ്കിൽ ആശുപത്രിയിലെ ഡിസ്പ്ലേ ബോർഡിൽ നമുക്ക് ടോക്കൺ നമ്പർ 0 എന്ന് കാണിച്ചു കഴിഞ്ഞാൽ 0യ്ക്ക് എന്ത് ചെയ്യാം? ഡോക്ടറെ കാണാം. സ്വാഭാവികമായിട്ടും അയാൾ ഡോക്ടറെ കാണാൻ കയറിക്കഴിഞ്ഞാൽ പിന്നെ ക്യൂവിൻ്റെ അയാൾ ഡിലീറ്റഡ് ആയി. സ്വാഭാവികമായിട്ടും പിന്നീട് ഫ്രണ്ട് നിൽക്കുന്ന ആരാണ്? 1 ആണ്. അപ്പം അന്നേരം 0 ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ എന്ത് ചെയ്യും? ആ 0യുടെ കൂടെ 1, കാരണം ഫ്രണ്ടിൽ നിന്നാണ് ലാസ്റ്റ് ഏതാണോ ടോക്കൺ, ഫ്രണ്ടിലുള്ള ടോക്കൺ അതേ +1 ആണ് ഫ്രണ്ടിൽ വരുന്നത്. ഇനി അതിന് കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നതെന്ന് പറയുന്നത്, ആദ്യം ചെക്ക് ചെയ്യുന്നതെന്ന് പറയുന്നത് ക്യൂ എം ടി ആണോ എന്ന് ചെക്ക് ചെയ്യും. ക്യൂ എം ടി ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഡിലീഷൻ നടത്താൻ പറ്റത്തില്ല. എം ടി ആയിട്ടുള്ള ക്യൂവിൽ നിന്ന് ഒരാളെ പുറത്ത് വിളിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പം അന്നേരം എം ജി അല്ലാതിരിക്കണമെങ്കിൽ എന്തായിരിക്കണം? ഫ്രണ്ട് എന്ന് പറയുന്നത് -1 ഗ്രേറ്റർ ആയിരിക്കണം,
അതോടൊപ്പം തന്നെ ഫ്രണ്ട് എന്ന് പറയുന്നത് റിയറിനേക്കാൾ ലെസ് ദാനും ആയിരിക്കണം. അപ്പോൾ അതിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് നമ്മൾ ക്യൂ എം ടി ആണെങ്കിൽ സാധാരണ ഫ്രണ്ടും റിയറും -1 ആയിരിക്കും അല്ലേ. എം ടി ക്യൂവിലേക്ക് എന്ത് മാത്രമേ നടത്താൻ പറ്റൂ? ഇൻസേർഷൻ മാത്രമേ നടത്താൻ പറ്റൂ, ഡിലീഷൻ നടത്താൻ പറ്റില്ല. അപ്പം അന്നേരം അതോടൊപ്പം തന്നെ ഇനി ഇങ്ങനെ വന്ന് നമ്മൾ 10 പേരെയും വിളിച്ചെന്ന് പറഞ്ഞു, ടോക്കൺ 9 വരെ വിളിച്ചു, പിന്നെ നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. ഏറ്റവും ലാസ്റ്റ് നിൽക്കുന്ന എന്തായിരിക്കും? 9 ആയിരിക്കും. ഇനി അടുത്ത ആളെ വിളിക്കണമെങ്കിൽ 10ാമതായിട്ടാണ് ഒരാളെ, അല്ലെങ്കിൽ 11ാമതായിട്ടാണ് ഒരാളെ, അല്ലെങ്കിൽ ടോക്കൺ നമ്പർ 10നെയാണ് വിളിക്കേണ്ടത്. ടോക്കൺ നമ്പർ 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 11ാമത്തെ ആൾ. അങ്ങനെ ഒരാളില്ല, കാരണം 10 പേര് മാത്രമേ മാക്സിമം ഒരു ദിവസം അപ്പോയിൻമെൻറ്റ് കൊടുക്കത്തുള്ളൂ. അപ്പോൾ അന്നേരം ചെയ്യുന്നതെന്ന് പറയുന്നത് ആദ്യം ആ ക്യൂവിൻ്റെ ഫ്രണ്ടിലുള്ള വാല്യൂ എടുത്തിട്ട് ടോക്കൺ വാങ്ങിക്കുന്നു അല്ലേ. നമ്മൾ കയറാൻ നേരം ടോക്കൺ വാങ്ങിക്കത്തില്ലേ, ആ സിറ്റുവേഷനാണ് VAL = ക്യൂ ഓഫ് ഫ്രണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നത്. ദെൻ ഫ്രണ്ട് = ഫ്രണ്ട് +1. ഒരാളുടെ കയ്യിൽ നിന്ന് ടോക്കൺ വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാൾ ക്യൂവിൽ നിന്ന് ഔട്ടായി. സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യാം? ഫ്രണ്ടിൻ്റെ വാല്യൂ ഒന്നുകൂടെ കൂട്ടാം. എൽസ് ക്യൂ അണ്ടർഫ്ലോ. അതല്ല എങ്കിൽ എന്താണ്? നമുക്ക് ഡിലീഷൻ പോസിബിൾ അല്ല, എന്നുവെച്ചാൽ ക്യൂ എം ടി ആണ്. ഫ്രണ്ട് എന്ന് പറയുന്നത് റിയറിനേക്കാൾ ലെസ് ദാൻ അല്ല എങ്കിൽ, ഫ്രണ്ടും റിയറും സെയിം ആണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? ഫ്രണ്ടും റിയറും സെയിം ആണ്. അതിൻ്റെ അർത്ഥം എന്താ? ഫ്രണ്ട് എന്ന് പറയുന്നത് 5, റിയർ എന്ന് പറയുന്നത് 5. അപ്പോൾ അന്നേരം മൊത്തം 6 എലമെൻറ്റ്സ് ഉണ്ട്. അപ്പം അന്നേരം 5 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഡിലീഷൻ നടത്താൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് എൽസ് ക്യൂ അണ്ടർഫ്ലോ. ഇനി ഇത് രണ്ടുമല്ല, ഫ്രണ്ട് റിയറിനേക്കാൾ ഗ്രേറ്റർ ആണെങ്കിൽ, ഇപ്പോൾ ഇങ്ങനെ ഇൻസേർഷൻ നടത്തി വരുമ്പോഴത്തേക്ക് ഫ്രണ്ടിൻ്റെ വാല്യൂ എന്ത് ചെയ്യും? ഒന്ന് കൂടും, റിയറിനേക്കാൾ ഒന്ന് കൂടും. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ക്യൂവിൽ ഇൻസേർഷൻ അല്ലെങ്കിൽ ഡിലീഷൻ പോസിബിൾ അല്ല. ഡിലീഷൻ പോസിബിൾ അല്ല എങ്കിൽ ഫ്രണ്ടിൻ്റെ വാല്യൂ റിയറിനേക്കാൾ കൂടുതലായിരിക്കും. അപ്പോൾ അന്നേരം എന്ത് ചെയ്യുന്നു? എം ടി ക്യൂ ആവും. ലാസ്റ്റ് എലമെൻറ്റ് ഡിലീറ്റഡ് ആയി. ലാസ്റ്റ് എലമെൻറ്റ് ഡിലീറ്റഡ് ആകുമ്പോഴാണ് ഫ്രണ്ടിൻ്റെ വാല്യൂ റിയറിനേക്കാൾ കൂടുന്നത് ഇല്ലേ. അപ്പം നമുക്ക് 4 ഫ്രണ്ട് റിയർ എന്ന് വധിച്ചോളൂ. അപ്പം അന്നേരം ഡിലീഷൻ നടത്തി. അപ്പം അന്നേരം VAL = ക്യൂ ഓഫ് ഫ്രണ്ട്. അന്നേരം ഫ്രണ്ട് 4, റിയർ 4. അപ്പം അന്നേരം ക്യൂ ഓഫ് 4 എന്ന് പറയുന്ന നമ്മൾ ടോക്കൺ വാങ്ങിച്ചു. ഫ്രണ്ട് = ഫ്രണ്ട് +1. 4 + 1 5 ആയി. 5 എന്ന് പറയുന്ന ഇൻഡെക്സ് ഉണ്ടോ? ഇല്ല. 5 എന്ന് പറയുന്ന ഇൻഡെക്സ് അവിടെ ഇൻസേർട്ട് ചെയ്തിട്ടില്ല, അതിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യണം? അന്നേരം -1 ആയിട്ട് സെറ്റ് ചെയ്യണം. ഇതാണ് ക്യൂ ഡിലീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അന്നേരം ആദ്യം നമ്മൾ ക്യൂ എം ടി ആണോ എന്ന് ചെക്ക് ചെയ്യണം. ക്യൂ എം ടി അല്ല എങ്കിൽ നമുക്ക് ഡിലീഷൻ നടത്താം. ഡിലീഷൻ നടത്തണമെങ്കിൽ ഫ്രണ്ടിൻ്റെ വാല്യൂ ഒന്ന് കൂട്ടാം. ഇനി അതല്ല എങ്കിൽ എന്താണ്? ക്യൂ എന്ന് പറയുന്ന അണ്ടർഫ്ലോ ആയിരിക്കും. ഫ്രണ്ടിൻ്റെ വാല്യൂ റിയറിനേക്കാൾ ഗ്രേറ്റർ ആണെങ്കിൽ ഫ്രണ്ട് റിയർ -1 ആയിട്ട് സെറ്റ് ചെയ്യുക. ദെൻ ഇൻസേർഷനും ഡിലീഷനും നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡാണ് നമ്മൾ ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കാം, 5 ടോക്കണാണ് ഇവിടെ ഇഷ്യൂ ചെയ്യാൻ പറ്റുന്നത്. ആ ടോക്കൺ എന്ന് പറയുന്ന 0 മുതൽ 4 വരെയുള്ള ടോക്കണാണ്. ഫ്രണ്ടിൻ്റെ വാല്യൂ റിയറിൻ്റെ വാല്യൂ ഇപ്പം ക്യൂവിനകത്തേക്ക് ആരെയും പ്രവേശിപ്പിച്ചിട്ടില്ല. അപ്പം അന്നേരം ക്യൂവും ഫ്രണ്ടും റിയറും എന്താണ്? -1 ആണ്. ഇനി നമ്മൾ ഒരു വാല്യൂ, ഒരു ക്ലാസ് നമ്പർ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിലെ നമ്പർ, പേഷ്യൻ്റ് നമ്പർ എന്ന് പറയുന്നത് നമ്മൾ ഇൻസേർട്ട് ചെയ്യാൻ നോക്കുകയാണ്. സോ ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ there is no item in the Q is empty. The value of front and rear is -1. ഫ്രണ്ടിൻ്റെയും റിയറിൻ്റെയും വാല്യൂ എന്ന് പറയുന്നത് എത്രയായിരിക്കും? -1 ആയിരിക്കും. സോ ക്യൂവിനകത്ത് ഒരു നമ്പർ പോലും സ്റ്റോർ ചെയ്തിട്ടില്ല. ഇനി നമ്മൾ ഇൻസേർട്ട് ചെയ്യാൻ പോവുകയാണ്. ആ ഇൻസേർട്ട് ചെയ്യാൻ പോകുമ്പോഴത്തേക്ക് when we insert on item token number 56 into the queue, front and rear becomes 0. ഫ്രണ്ടും റിയറും എന്തോ ആകുന്നു? 0 ആകുന്നു. അപ്പോൾ ടോക്കൺ നമ്പർ 0യിലേക്ക് നമ്മൾ 56 എന്ന് പറയുന്ന വാല്യൂ കൊടുക്കുകയാണ്. അപ്പം അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ആദ്യം നമുക്ക് എന്ത് ചെയ്യണം? ഇവിടെ -1 ആയിരുന്നു. ആദ്യം നമ്മൾ ഇൻസേർഷൻ നടത്തുമ്പോഴത്തേക്ക് ഫ്രണ്ടിൻ്റെയും റിയറിൻ്റെയും വാല്യൂ എന്ന് പറയുന്നത് ആദ്യത്തെ ഇൻഡെക്സ് ആയിട്ട് സെറ്റ് ചെയ്യണം. ഇവിടെ ആദ്യത്തെ ഇൻഡെക്സ് എന്ന് പറയുന്നത് 0 ആണ്. സോ 0 ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്നു. സോ ഫ്രണ്ട് 0 ആക്കി, റിയർ 0 ആക്കി.
ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് പറയുന്നത് 56 എന്ന് പറയുന്ന വാല്യൂ അങ്ങോട്ടേക്ക് കൊണ്ടുവച്ചു. അപ്പം ക്യൂവിനകത്ത് ഒരൈറ്റം ഉണ്ട്. ഫ്രണ്ട് എന്ന് പറയുന്നത് 56, റിയർ എന്ന് പറയുന്നത് ഫ്രണ്ട് എന്ന് പറയുന്നത് 0, റിയർ എന്ന് പറയുന്നതും 0. ഇനി നമ്മൾ അടുത്ത ഐറ്റം ഇൻസേർട്ട് ചെയ്യുവാണ്. അപ്പോൾ അടുത്ത ഐറ്റം ഇൻസേർട്ട് ചെയ്യുമ്പോഴത്തേക്ക് 24 എന്ന് പറയുന്ന നമ്പറാണ് നമ്മൾ അവിടെ സ്റ്റോർ ചെയ്യുന്നത്. സോ 24 സ്വാഭാവികമായിട്ട് ഏത് ഇൻഡെക്സിലേക്കാണ് സ്റ്റോർ ചെയ്യേണ്ടുന്നത്, അല്ലെങ്കിൽ ഏത് ടോക്കണാണ് അയാൾക്ക് കൊടുക്കേണ്ടുന്നത്? സ്വാഭാവികമായിട്ട് 1 ആണ്. അപ്പോൾ അന്നേരം എന്ത് ചെയ്യണം? റിയറിൻ്റെ വാല്യൂ ഒന്ന് കൂട്ടണം. സോ ഫ്രണ്ടിൻ്റെ വാല്യൂ 0 ആണ്. ഇപ്പം റിയർ ബിക്കംസ് റിയർ പ്ലസ് 1, ദാറ്റ് മീൻസ് 0 + 1 എന്ന് പറയുന്നത് 1 ആയി. സോ റിയർ 1 ആയി. ഇനി എന്ത് ചെയ്യാം? ക്യൂ ഓഫ് റിയറിലേക്ക് 24 കൊണ്ടുവെക്കാം. മനസ്സിലായില്ലേ? ഇനി അടുത്ത ചെയ്യുന്നതെന്ന് പറയുന്നത്, ഇനി ഒരു വാല്യൂം കൂടെ നമ്മൾ ഇൻസേർട്ട് ചെയ്യുക. ഒരു വാല്യൂം കൂടെ നമ്മൾ ഇൻസേർട്ട് ചെയ്യുമ്പോഴത്തേക്ക് 96 എന്ന് പറയുന്ന നമ്പർ നമ്മൾ ഇൻസേർട്ട് ചെയ്യുക. ആ ഇൻസേർട്ട് ചെയ്യുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യണം? ഇപ്പം ഒന്നാമത്തെ ടോക്കണാണ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഒന്നാമത്തെ ഇൻഡെക്സിലാണ് കൊണ്ടുവച്ചേക്കുന്നത്. ഇനി നമുക്ക് കൊണ്ടുവെക്കേണ്ടുന്ന രണ്ടാമത്തെ ഇൻഡെക്സ് അല്ലെങ്കിൽ രണ്ടാമത്തെ ടോക്കണിലേക്കാണ് കൊണ്ടു കൊടുക്കേണ്ടത്. സോ അതിന് വേണ്ടിയിട്ട് റിയറിൻ്റെ വാല്യൂ ഒന്ന് നമ്മൾ ഇൻക്രിമെൻറ്റ് ചെയ്യുന്നു. റിയറിൻ്റെ വാല്യൂ ഇപ്പോൾ 1 ആണ്. സോ 1 + 1 എന്ന് പറയുന്നത് 2 ആകുന്നു. ഇപ്പോൾ റിയർ 2 ആയി. ഇനി എന്ത് ചെയ്യാം? 96 അവിടെ കൊണ്ടുവെക്കാം. ഇപ്പം ക്യൂവിനകത്ത് 3 എലമെൻസ് ആയി. ഫ്രണ്ടിൻ്റെ വാല്യൂ 0, റിയറിൻ്റെ വാല്യൂ 2 എന്ന് പറഞ്ഞാൽ ഇതുവരെ ഡിലീഷനൊന്നും നടത്തിയിട്ടില്ല, ഇൻസേർഷൻ മാത്രമേ നടത്തിയിട്ടുള്ളൂ. അതല്ലേ അർത്ഥമാക്കുന്നത്? ഫ്രണ്ടിൻ്റെ വാല്യൂ 0 ആകുമ്പോഴും റിയറിൻ്റെ വാല്യൂ 2 ആകുമ്പോഴും ഇതുവരെ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല? ഡിലീഷൻ ചെയ്തിട്ടില്ല. ഇനി അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഒരാളെ, ഇതിപ്പോൾ ഡോക്ടറെ കാണാനാണെന്ന് വെച്ചോളൂ, 5 പേരെ ഡോക്ടർ നോക്കത്തുള്ളൂ. അപ്പോൾ 56 എന്ന് പറയുന്ന ആളിനെ, പേഷ്യൻ്റ് ഐ ഡി ഉള്ള ആളിനെ ടോക്കൺ നമ്പർ 0 വിളിക്കുന്നു. സ്വാഭാവികമായിട്ടും അയാളെ എന്ത് ചെയ്യണം? ക്യൂവിൽ നിന്നും പുറത്തേക്ക് മാറ്റണം. സോ പുറത്തേക്ക് മാറ്റുമ്പോഴത്തേക്ക് ടോക്കൺ നമ്പർ 0 എന്ന് പറഞ്ഞ് വിളിച്ചു. ടോക്കൺ നമ്പർ 0 എന്ന് പറയുന്ന 56 എന്ന് പറയുന്ന പേഷ്യൻ്റ് ഐ ഡി അല്ലെങ്കിൽ 56 എന്ന് പറയുന്ന ക്ലാസ് നമ്പറിലുള്ള കുട്ടിയാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? അയാളെ ക്യൂവിൽ നിന്നും പുറത്താക്കണമെങ്കിൽ ഇനിയും ക്യൂവിൻ്റെ ഫ്രണ്ടിലുള്ളതെന്ന് പറയുന്ന ഒന്നാമത്തെ ടോക്കണാണ്. സോ അതിന് വേണ്ടിയിട്ട് ഫ്രണ്ടിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1 കൂട്ടുന്നു. ഫ്രണ്ട് ഈസ് ഫ്രണ്ട് + 1, ദാറ്റ് മീൻസ് 0 + 1 = 1. സോ റിയർ എന്ന് പറയുന്നത് എന്തിൽ തന്നെയാണ് നിൽക്കുന്നത്? റിയറിന് യാതൊരു വ്യത്യാസവും ഇല്ല. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഇൻസേർഷൻ നടത്തുമ്പോഴത്തേക്ക് റിയറിൻ്റെ വാല്യൂവും ഡിലീഷൻ നടത്തുമ്പോഴത്തേക്ക് ഫ്രണ്ടിൻ്റെ വാല്യൂവും മാത്രമേ ചേഞ്ച് ചെയ്യുന്നുള്ളൂ. ഏതെങ്കിലും ഒന്നിൻ്റെ വാല്യൂ മാത്രമേ ചേഞ്ച് ചെയ്യുന്നുള്ളൂ. ഇനി നമ്മൾ ഒരു വാല്യൂം കൂടെ ഇൻസേർട്ട് ചെയ്യുവാണ്. അപ്പം അങ്ങനെ ഇൻസേർട്ട് ചെയ്യുവാണെങ്കിൽ സ്വാഭാവികമായിട്ട് ഇപ്പം നോക്കിയേ, ഒരു വാല്യൂം കൂടെ നമ്മൾ ഇൻസേർട്ട് ചെയ്യുവാണെങ്കിൽ അതെന്ത് ചെയ്യും? റിയറിലേക്കാണ് ആഡ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ടോക്കൺ നമ്പർ 3 അല്ലെങ്കിൽ ഇൻഡെക്സ് 3ലേക്കാണ് അത് സ്റ്റോർ ചെയ്യുന്നത്. സോ റിയർ ഈസ് റിയർ + 1 എന്ന് പറഞ്ഞാൽ 2 + 1 = 3 ആയി. റിയർ എന്ന് പറയുന്നത് 3ലേക്ക് പോയിൻ്റ് ചെയ്തു. ഇനി അവിടത്തേക്കൊരു വാല്യൂ 33 കൊണ്ടുവെക്കാം. മനസ്സിലായോ? ഇനി നമ്മൾ വീണ്ടും ഒരു ഇൻസേർഷനോടെ നടത്തുക. ആ ഇൻസേർഷനോടെ നടത്തുകയാണെങ്കിൽ ഫ്രണ്ടിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഒന്നുകൂടെ കൂടും. ഇവിടെ നമ്മൾ ചെയ്യുന്നതെന്ന് പറയുന്നത് 24 എന്ന് പറയുന്നത് ഡിലീറ്റ് ചെയ്യുക. ഇപ്പം ക്യൂവിൻ്റെ ഫ്രണ്ടിൽ 1 ആണ്, ക്യൂവിൻ്റെ ബാക്കിൽ 3 ആണ്. ഇൻഡെക്സ് 1 ആണ് ഫ്രണ്ട്, ഇൻഡെക്സ് 3 ആണ് ബാക്കിൽ. ഇനി ഒരാളെ ഡിലീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഫ്രണ്ടിൻ്റെ വാല്യൂ 1 ഇൻക്രിമെൻറ്റ് ചെയ്യുന്നു. സോ ഫ്രണ്ട് എന്ന് പറയുന്നത് 1 + 1 2 ആകുന്നു. റിയർ എന്ന് പറയുന്നത് ഏത് തന്നെയാണ്? 3 തന്നെ റിമൈൻ ചെയ്യുന്നു. ഇനി വീണ്ടും നമ്മൾ ഒരൈറ്റം കൂടെ ഇൻസേർട്ട് ചെയ്യുവാണെന്ന് വെച്ചോ. ഒരൈറ്റം കൂടെ ഇൻസേർട്ട് ചെയ്യുവാണെങ്കിൽ അത് എവിടെയായിരിക്കും സ്റ്റോർ ചെയ്യേണ്ടുന്നത്? 4ാമത്തെ ഇൻഡെക്സിലേക്കായിരിക്കും സ്റ്റോർ ചെയ്യേണ്ടുന്നത്. സോ 4ാമത്തെ ഇൻഡെക്സിലേക്ക് സ്റ്റോർ ചെയ്യുമ്പോഴത്തേക്ക് ഫ്രണ്ടിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 2 തന്നെയായിരിക്കും. ഇനി റിയർ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ റിയറിൻ്റെ കൂടെ 1 കൂട്ടുന്നു. 3 + 1 = 4.
ആൻഡ് വി ക്യാൻ ഇൻസേർട്ട് എനി മോർ. ഇനി ഇതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ക്യൂവിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഈ ഇൻസേർഷൻ പോസിബിൾ. ഇപ്പം ക്യൂ ഓഫ് റിയർ എന്ന് പറയുന്നതിനകത്തേക്ക് 11 കൊണ്ടുവച്ചു. ഇനി നമുക്ക് ഇൻസേർഷൻ പോസിബിൾ അല്ല. ആണോ? അല്ല. സോ ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഡിലീഷൻ മാത്രമേ ഉള്ളൂ. ഇനി ഡിലീഷൻ ഒന്ന് നോക്കാം. ഡിലീഷൻ നടത്തുന്നത് എവിടെ നിന്നാണ്? ഫ്രണ്ട് എൻഡിൽ നിന്നാണ്. വെൻ വി ഡിലീറ്റ് ഓൺ ഫ്രം ടോക്കൺ നമ്പർ 96, 96നെ വിളിക്കുമെന്ന് വെച്ചു. അപ്പോൾ അന്നേരം എന്ത് ചെയ്യണം? 96നെ ക്യൂവിൽ നിന്നും പുറത്ത് കളയണം. പുറത്ത് കളയുകയാണെങ്കിൽ ടോക്കൺ നമ്പർ 2 എന്ന് പറഞ്ഞ് വിളിച്ചു. അപ്പോൾ അന്നേരം ഇപ്പോൾ അയാളാണ് ഫ്രണ്ടിലുള്ളത്. അയാളെ വിളിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? തൊട്ട് പുറകിൽ നിൽക്കുന്ന ആൾ, ദാറ്റ് മീൻസ് ഫ്രണ്ട് ഈസ് ഈക്വൽ ടു ഫ്രണ്ട് പ്ലസ് 1, 2 + 1 3, അതിലേക്ക് ഫ്രണ്ടിനെ പോയിൻ്റ് ചെയ്യണം. ദെൻ ഇനി ഒരൈറ്റം കൂടെ നമ്മൾ ഡിലീറ്റ് ചെയ്യുകയാണെന്ന് വെച്ചോ. സോ ഒരൈറ്റം കൂടെ നമ്മൾ ഡിലീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇനിയും ഫ്രണ്ടിൻ്റെ വാല്യൂ 1 കൂടും. ഫ്രണ്ടിൻ്റെ വാല്യൂ 1 കൂടെ കൂടിയിട്ട് 3 + 1 4 ആയി. ദെൻ ക്യൂ ഓഫ് 3 എന്ന് പറയുന്നത് ഡിലീറ്റഡ് ആയി. ഇനി നമുക്ക് ഒരൈറ്റം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഫ്രണ്ട് 4 റിയർ 4 അല്ലേ? ഫ്രണ്ട് 4ഉം റിയർ 4ഉം ആകുമ്പോഴത്തേക്ക് നമുക്ക് ഇനിയും എന്ത് ചെയ്യാം? ഡിലീറ്റ് ചെയ്യാം. ഇൻസേർട്ട് ചെയ്യാൻ പറ്റത്തില്ല, ഡിലീറ്റ് ചെയ്യാം. സോ ഡിലീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഫ്രണ്ടിൻ്റെ വാല്യൂ എന്ന് പറയുന്ന ഫ്രണ്ട് പ്ലസ് 1 ആകും. സോ സ്വാഭാവികമായിട്ടും ഫ്രണ്ടിൻ്റെ വാല്യൂ എന്ന് പറയുന്ന 5 ആകും. സോ ഇപ്പം ഇനി നമുക്ക് പിന്നീട് ആ പ്രോസസ്സ്, ഡിലീഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് ചെയ്യാൻ പറ്റത്തില്ല. സോ ക്യൂ എം ടി ആയി. ക്യൂ എം ടി ആകുമ്പോഴത്തേക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? നമുക്ക് ഡിലീഷനോ ഇൻസേർഷനോ പോസിബിൾ അല്ല. ക്യൂ എം ടി ആണെന്ന് കാണിക്കണമെങ്കിൽ എന്ത് വേണം? നമുക്ക് ഫ്രണ്ടും റിയറും -1 ആയിട്ട് സെറ്റ് ചെയ്യണം. വെൻ വി ഡിലീറ്റ് ഓൺ ഫ്രം, that means 11 from Q, further deletion is not possible because Q is empty, underflow condition. So front and rear എന്ന് പറയുന്നത് എന്തായിട്ട് സെറ്റ് ചെയ്യും? -1 ആയിട്ട് സെറ്റ് ചെയ്യും. സോ -1 ആയിട്ട് സെറ്റ് ചെയ്തു. ഇനിയും വേണമെങ്കിൽ ഇനി നമുക്ക് ഇൻസേർഷനും ഡിലീഷനും നമുക്ക് ഇതിനകത്ത് വീണ്ടും പെർഫോം ചെയ്യാം. ഇതാണ് ക്യൂവിനകത്തുള്ള ഇൻസേർഷനും ഡിലീഷനും. അപ്പോൾ ശ്രദ്ധിക്കുക, ഇൻസേർഷൻ ആയാലും ഡിലീഷൻ ആയാലും അത് ചെയ്യുമ്പം നമുക്ക് എം ജി ക്യൂ ആണെങ്കിൽ ഇൻസേർഷൻ പോസിബിൾ ആവണമെങ്കിൽ എന്ത് ചെയ്യണം? ഫ്രണ്ട് റിയറും 0 ആയിട്ട് ഇനിഷ്യലൈസ് ചെയ്യണം. ഇനി നമുക്ക് എം ജി ക്യൂവിൽ നിന്നും ഡിലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. സോ എം ജി ക്യൂവിൽ നിന്നും ഡിലീറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമുക്ക് ഇൻസേർട്ട് എം ടി ക്യൂവിൽ നിന്ന് നമുക്ക് ഡിലീഷൻ എന്ന് പറയുന്നത് പോസിബിൾ അല്ല. അതേപോലെ തന്നെ ഒരു ക്യൂ ഫുള്ളാണെങ്കിൽ അതിനകത്തേക്ക് നമുക്ക് ഇൻസേർഷനും പോസിബിൾ അല്ല. രണ്ട് സിറ്റുവേഷനും ഓർത്തുക. അണ്ടർഫ്ലോ, ഓവർഫ്ലോ. ഓവർഫ്ലോ എന്ന് പറയുന്നത് ക്യൂ ഫുള്ള്, ഇൻസേർഷൻ പോസിബിൾ അല്ല. അണ്ടർഫ്ലോ എന്ന് പറയുന്നത് ക്യൂ എം ടി, അപ്പോൾ അന്നേരം ഡിലീഷൻ പോസിബിൾ അല്ല. ഇൻസേർട്ട് ചെയ്താലും ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാലും എന്താണ് ചേഞ്ച് ചെയ്യുന്നത്? ഫ്രണ്ടിൻ്റെയും റിയറിൻ്റെയും വാല്യൂ 1 കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം. ഇത് നിങ്ങൾ പുസ്തകം നോക്കി ആൽഗോരിതം നല്ലപോലെ ഒന്ന് വായിച്ച് മനസ്സിലാക്കുക. ഇതേപോലെ തന്നെ ഒരു പേപ്പറിനകത്ത് ഇതേപോലെ തന്നെ ഒരു അരയുടെ തയ്യാറാക്കിയതിന് ശേഷം ഇൻസേർഷനും ഡിലീഷനും നടത്തുമ്പോഴത്തേക്ക് ഫ്രണ്ടിൻ്റെയും റിയറിൻ്റെയും വാല്യൂ നിങ്ങളൊന്ന് വരച്ച് നോക്കുക. ഒരു പെൻസിൽ വെച്ച് വരച്ചാൽ മതി. അപ്പോൾ അന്നേരം നമുക്കത് മായ്ച്ച് കളയാം.